بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. العاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، ومن اقتدى بهديهم إلى يوم الدين. أما بعد، إذا كان ذو القربى لديك مبعدا ونال الندى من كان عنك بعيد، تفرق عنك الأقربون بشأنهم، وأشفقت أن تبقى وأنت وحيد، وأصبحت بين الحمد والذم واقفا، فيا ليت شعري أي ذاك تريد. اللهم صل وسلم وبارك على محمد. ബഹുമാനികളെ, കിടങ്ങയം മഹല്ലിലെ മുഴുവൻ വിശ്വാസികളെയും ലക്ഷ്യം വെച്ച് എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന മഹത്തായ KMA-യുടെ കീഴിലുള്ള സതുപദേശ പ്രസംഗമാണ് നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 4-5 വർഷക്കാലമായി ഈ മഹത്തായ സംഘടനയുടെ കീഴിൽ സ്തുത്യർഹമായ ദീനീയായ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നത് സന്തോഷകരമാണ്. സ്വലാത്ത് മജ്ലിസുകളും ദുആ മജ്ലിസുകളും ഇതുപോലെയുള്ള വിജ്ഞാന സദസ്സുകളുമെല്ലാം സംഘടിപ്പിച്ച് മഹല്ലിലെ ജനങ്ങളെ ശാക്തീകരിക്കാനും ആത്മീയമായ ഊർജം നൽകുവാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. ആമുഖം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലപ്പോഴായി പലതവണകളിൽ ഈ മഹത്തായ സംരംഭത്തിന് പ്രഭാഷണം നടത്തി നിങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പവിത്രമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് വല്ലാതെ ബറക്കത്ത് ചെയ്യുന്ന മാസമാണ് റജബ്. ശേഷം വരുന്ന ശഅബാനും റമദാനും അടങ്ങുന്ന ഈ 3 മാസക്കാലം ഏതായിരുന്നാലും വിശ്വാസികൾക്ക് ഒരു കൊയ്ത്തുകാലം തന്നെയാണ്. പ്രത്യേകിച്ച് റമദാനിലേക്ക് നാം കടക്കുന്നതിന് മുമ്പായി ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇന്ന് ഓർമ്മയിൽ പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അഥവാ റമദാനിനെന്നല്ല
ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും എവിടെ വെച്ചും നാം ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഓരോ മനുഷ്യനും തൻ്റെ സാമൂഹിക ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക എന്നതാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. നിരവധി കടമകളും കടപ്പാടുകളും ബന്ധങ്ങളും ബാധ്യതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പുലർത്തുവാനും ചേർക്കുവാനും കടമകൾ നിർവഹിക്കുവാനും നാം ഉത്തരവാദപ്പെട്ടവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ സംവിധാനത്തിന്, കുടുംബ സംവിധാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന പേര് തന്നെ ശ്രദ്ധേയമാണ്. റഹിം എന്നാണ്. സിലത്തുർ റഹിം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. അതുമായി ബന്ധപ്പെട്ടാണല്ലോ നമുക്ക് സംസാരിക്കേണ്ടത്. കുടുംബം എന്ന് പറയുമ്പോൾ അത്തരം പ്രയോഗങ്ങളിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച് കാണുന്ന ഒരു പ്രയോഗമാണ് അർ-റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അവിടെ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്മുകളിൽപ്പെട്ട രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളെ തെരഞ്ഞെടുത്തത് റഹ്മാൻ, റഹീം എന്ന ഈ രണ്ട് പദങ്ങൾ. ആ രണ്ട് പദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തിരിക്കുന്നത് റഹീം എന്ന പദത്തിൽ നിന്നാണ്. റഹീം എന്നത് എല്ലാ കുടുംബ ബന്ധങ്ങളുടെയും അടിത്തറയാണ്. ഗർഭപാത്രം, ഗർഭാശയം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പറയേണ്ടതില്ല, ഒരു ഗർഭപാത്രത്തിലുള്ള, ഗർഭാശയത്തിലുള്ള ഒരു കുഞ്ഞും ആ ഗർഭാശയത്തിന്റെ ഉടമയായ ഉമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ കഴിയൂല. അത്രയും വലിയ ബന്ധം ഗർഭാശയത്തിലുള്ള കുഞ്ഞും ഉമ്മയും തമ്മിലുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ, ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കി തരുവാൻ, ഏറ്റവും സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി തരുവാൻ ഏറ്റവും നല്ല ഉദാഹരണമായി പറയാൻ സാധിക്കുന്നത് റഹീം എന്നത് തന്നെയാണ്. കാരണം അതിലും അപ്പുറമുള്ള ഒരു സ്നേഹത്തിന്റെ കഥ നമുക്ക് പറയാനില്ല. ഗർഭാശയവും ഗർഭസ്ഥ ശിശുവും ആ ശിശുവിന്റെ ഉമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തോളം ദൃഢമാകേണ്ട ഒരു ബന്ധത്തെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കുടുംബ ബന്ധങ്ങളുടെയും അടിത്തറയായ ഈ ബന്ധത്തിന് റഹീം എന്ന് പേര് വെക്കുകയും അവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുന്നത് ഖലഖത്തുർ റഹീമ, ഞാൻ റഹീം എന്ന് പറയുന്ന ഗർഭാശയത്തെ സൃഷ്ടിക്കുകയും വശഖത്തു ലഹാ ഇസ്മി, ആ റഹീമിന് വേണ്ടി ഞാൻ എന്റെ പേരിനെ തന്നെ മുറിക്കുകയും ചെയ്തു. റഹ്മാൻ, റഹീം എന്ന പേരുകളെ ഞാൻ മുറിച്ചുകൊണ്ടാണ് റഹീം എന്ന പേര് ഞാൻ അതിന് നൽകിയിരിക്കുന്നത്. റഹീം എന്ന പദവും റഹ്മാൻ എന്ന പദവും വളരെയധികം അഭേദ്യമായ ബന്ധമുള്ളതും വളരെ വലിയ സാമ്യങ്ങളും അതിന്റെ പദസംബന്ധമായി തന്നെ വലിയ അടുപ്പമുള്ള രണ്ട് പദങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പേര് വെക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഇത്രയും വലിയ ഊഷ്മളമായ ബന്ധമുള്ള ഈ കാര്യമാണെന്ന് പറയുമ്പോൾ
അല്ലെങ്കിൽ ഇത്രയും വലിയ ഊഷ്മളമായ ബന്ധമുള്ള ഈ തത്വത്തിന്, ഈ കാര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വെച്ചത് തന്റെ പേര് മുറിച്ചുകൊണ്ടാണ്, ഭാഗം ചെയ്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം മഹത്തരമാണ് എന്ന് നമുക്കതിൽ നിന്ന് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, വലിയ രൂപത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖലഖത്തുർ റഹീം, ഞാനാണ് ഗർഭാശയങ്ങളെ പടച്ചവൻ. വശഖഖതുൽ ഹസ്മി, എന്റെ പേര് മുറിച്ചുകൊണ്ടാണ് ഞാൻ അതിന് പേര് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ വസലഹാ, ആരാണോ ആ ബന്ധം ചേർക്കുന്നത്, റഹീമുമായുള്ള ബന്ധങ്ങൾ, തന്റെ കുടുംബ ബന്ധങ്ങൾ ആരാണോ ചേർക്കുന്നത്, ഫഖദ് റഹിമനി, അവൻ ഞാനുമായുള്ള ബന്ധം ചേർത്തവനാണ്. വമൻ ഖതഅഹാ, ആരാണോ ആ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നത്, അവൻ ഞാനുമായുള്ള ബന്ധം മുറിച്ചു കളഞ്ഞവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുടുംബബന്ധം ചേർക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ് എന്ന് പറയേണ്ടതില്ല. എല്ലാ ബന്ധങ്ങളും, കുടുംബ ബന്ധം മാത്രമല്ല, സുഹൃബന്ധമായാലും അയൽപക്ക ബന്ധമാണെങ്കിലും ഏത് ബന്ധങ്ങളും മുറുകെ പിടിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത നിർബന്ധമായ ബാധ്യതയാണ്. മുസ്ലിമീങ്ങളോട് മാത്രമല്ല, അമുസ്ലിം സഹോദരന്മാരോട് പോലും നമ്മോട് ഈ വിഷയങ്ങളിൽ സംഘട്ടനത്തിന് വരാത്ത, നമ്മോട് സൗഹാർദ്ദത്തോടുകൂടെ വർത്തിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും നിങ്ങൾ നീതി പുലർത്തുകയും അവർക്ക് നിങ്ങൾ നീതി ചെയ്ത് കൊടുക്കുകയും വേണമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ ഉടനെ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, ആ രൂപത്തിൽ നീതി ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. നീതിമാന്മാരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. എല്ലാ വിഭാഗം ജനങ്ങളോടും അവരോടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചോളണം. അയൽവാസികളോട് അവർക്കുള്ള അവകാശങ്ങൾ നാം അവർക്ക് വകവെച്ച് കൊടുത്തോളണം. മാതാപിതാക്കൾക്ക് വകവെച്ച് കൊടുത്തോളണം. കൂട്ടുകുടുംബങ്ങൾക്ക് വകവെച്ച് കൊടുത്തോളണം. അതേ സുഹൃത്തുക്കൾക്ക് വകവെച്ച് കൊടുത്തോളണം. മക്കൾക്ക് വകവെച്ച് കൊടുത്തോളണം. തന്റെ സാമൂഹ്യ ജീവികളായ തന്റെ കൂടപ്പിറപ്പുകൾ, തന്റെ കൂട്ടുകുടുംബങ്ങൾ, തന്റെ സാമൂഹിക പരിസ്ഥിതിയിലുള്ള മുഴുവൻ ജനങ്ങളോടും അവർക്കുള്ള അവകാശങ്ങൾ വകവെച്ച് കൊടുത്തോളണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബന്ധങ്ങൾ ചേർക്കണം. നിങ്ങളെല്ലാ ബന്ധങ്ങളും നന്നായി ചേർക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണാം. ഓ നബിയേ, ഏറ്റവും അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ജനങ്ങൾ ആരാണ്? അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്, അല്ലാഹുവുമായുള്ള കരാറുകളെ പാലിക്കുന്നവർ, അല്ലാഹുവുമായുള്ള കരാറിനെ പൂർണ്ണമായും വീട്ടുന്നവർ, വലാ യൻഖുദൂനൽ മീസാഖ്, അല്ലാഹുവുമായുള്ള ബന്ധത്തെ, അല്ലാഹുവുമായുള്ള കരാറിനെ ലംഘിക്കാത്തവർ, വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവർ, വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്, അല്ലാഹുവിനെ ഭയപ്പെടുകയും അതേപോലെ വയഖാഫൂന സൂഅൽ ഹിസാബ്, അതികഠിനമായ വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഇബ്തിഗാഅ റബ്ബിഹിം വഅഖാമുസ് സ്വലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവർ. ഏത് വിഷയത്തിലാണ് ക്ഷമിക്കുന്നത്? അവിടെ മുഫസ്സിറുകൾ പറയുന്നത് കാണാം, ഒരു മനുഷ്യൻ അവന്റെ സാമൂഹ്യ ബന്ധങ്ങൾ മുഴുവനും
അവന് നിലനിർത്തി പോകണമെങ്കിൽ അവന് വല്ലാത്ത ക്ഷമ ആവശ്യമാണ്. പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ അവന് പലപ്പോഴും തന്റെ വികാരങ്ങളെ കൂച്ചു വിലങ്ങിടങ്ങേണ്ടി അവൻ വിലങ്ങ് വെക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും പ്രായമായ മാതാപിതാക്കൾ ഇവൻ വിചാരിക്കുന്ന രൂപത്തിലായിരിക്കൂല അവരുടെ ജീവിതം. നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ഉമ്മയും ഉപ്പയും അവര് പലപ്പോഴും മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും അവസ്ഥയാണ്. അവരിൽ നിന്നുണ്ടാകുന്ന പല സ്വഭാവങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല, ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. വലിയ പ്രായമായ ഉമ്മയും പാപ്പയും മുറുക്കാൻ നല്ലോണം അങ്ങനെ ചവച്ചിട്ട് അവന്റെ ഇന്റർലോക്ക് ഇട്ട പുതിയ മുറ്റത്തേക്ക് നീട്ടിയെന്ന് തുപ്പിയാൽ അവിടെ മുഴുവനും വൃത്തികേടാക്കി എന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരിക്കാൻ വല്ലാത്ത ക്ഷമ ആവശ്യമാണ്. പലപ്പോഴും ബാത്റൂമിലേക്ക് പോയ ഉമ്മ, അവന്റെ യൂറോപ്യൻ ക്ലോസറ്റുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നറിയാത്ത ഉമ്മ, പലപ്പോഴും ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിൽ ഒരുപക്ഷെ അവരുടെ ബാത്റൂം വേസ്റ്റുകൾ അവിടെ തന്നെ ഉണ്ടായേക്കാം. അത് നീക്കം ചെയ്യാൻ അവർക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പയേക്കും ചെറുപ്പക്കാരിയായ പെണ്ണ് വന്ന് പറയാണ്, നിങ്ങളെ ഉമ്മ ബാത്റൂമിലേക്ക് പോയാൽ വൃത്തിയാക്കൂല എന്ന് പറയാതിരിക്കണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. അതേ രൂപത്തിൽ തന്നെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ തന്റെ കുടുംബത്തിലേക്ക് വന്നാൽ, വീട്ടിലേക്ക് വന്നാൽ പലപ്പോഴും അവിടെ അവൻ വിചാരിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചേക്കാം, അവൻ ഇഷ്ടപ്പെടാത്ത പലതും സംഭവിച്ചേക്കാം. അവിടെ തന്റെ വികാരങ്ങളെ കൂച്ചുവിലങ്ങിട്ട് അത് നിയന്ത്രിച്ചു നിർത്താൻ വലിയ ക്ഷമ ആവശ്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം. ഇങ്ങനെ അവരുടെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നവർ, അതിനു പുറമെ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ. രഹസ്യമായും ചെലവഴിക്കണം, പരസ്യമായും ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുമ്പോൾ ആർക്കാണ് ചെലവഴിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, നീ ഒരു ഫഖീറിന് സ്വതക കൊടുത്താൽ അത് ഒരൊറ്റ കൂലിയാണ്. നീ നിന്റെ നാട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനെ സഹായിച്ചാൽ അതിൽ നിനക്കൊരു കൂലിയുണ്ട്. എന്നാൽ നീ ആ സഹായിക്കുന്നത് തന്നെ നിന്റെ കുടുംബത്തിലുള്ള ഒരു സാധുവിനെയാണെങ്കിൽ അത് നിനക്ക് 2 കൂലിയാണ്. ഒന്ന് സ്വതക്ക ചെയ്ത കൂലിയുണ്ട്, അതിന്റെ പുറമെ സിലത്തുർ റഹിമിന്റെ കൂലിയുണ്ട്, നീ കുടുംബ ബന്ധം ചേർത്തതിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പലപ്പോഴും പലർക്കും മടിയുള്ള ഒരു കാര്യമാണ്. സകാത്ത് കൊടുക്കും, സ്വതക്ക കൊടുക്കും, പക്ഷേ സ്വന്തം കുടുംബത്തിലുള്ള, രക്തബന്ധത്തിലുള്ള, അയൽപക്ക ബന്ധത്തിലുള്ള അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലുള്ള സാധുക്കളെ അവനെ കണ്ടുകൂടാ. സകാത്ത് കൊടുക്കുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ സ്വന്തം കുടുംബത്തിലെ പാവങ്ങളെ അവന് കാണാൻ കഴിയുന്നില്ല. എല്ലാം ചെയ്യാൻ ഉഷാറാണ്, പക്ഷേ സ്വന്തം കുടുംബത്തിലുള്ള പാവങ്ങളെ പരിഗണിക്കുന്നില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അവിടുത്തെ വാക്ക് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. ഏതെങ്കിലും ഒരു സാധുവിന് നിങ്ങൾ സ്വതക്ക കൊടുത്താൽ അതിന് നിങ്ങൾക്കൊരു കൂലിയുണ്ട്. പക്ഷേ കൊടുക്കുന്നത് സ്വന്തം കുടുംബത്തിലുള്ളവർക്കാണെങ്കിലോ
അത് നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമാണെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റ് ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നവർ ഉലൈക ലഹും ഉഖബദ്ദാർ, അവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനം ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്നു, അതെന്താണ് അവർക്ക് ലഭിക്കുന്നതെന്നറിയോ? ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ അള്ളാഹുവുമായുള്ള ഉടമ്പടികളെ കാത്തു സൂക്ഷിക്കുന്നവർ, അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവർ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെലവഴിക്കാൻ പറഞ്ഞ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, അതേപോലെ നിസ്കാരം നിലനിർത്തുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അതേപോലെ അന്ത്യനാളിനെ ഭയപ്പെടുന്നവർ, വിചാരണയെ ഭയപ്പെടുന്നവർ, അതേപോലെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ നന്മ ചെയ്തുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അവർക്കുള്ള പ്രതിഫലം എന്താണെന്നറിയോ? ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, അവരും അവരുടെ മാതാപിതാക്കളും അതേപോലെ അവരുടെ ഭാര്യമാരും മക്കളും അങ്ങനെയുള്ള ജനങ്ങളിൽ സജ്ജനങ്ങളായ ആളുകൾ മുഴുവനും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്നു. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ അവരിലേക്ക് പ്രവേശിക്കുന്നു. സലാമുൻ അലൈക്കും ബിമാ സബർതും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. മലക്കുകൾ അവർക്ക് സലാം പറയുന്നു. ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോ നിങ്ങൾ വല്ലാതെ ക്ഷമിച്ചില്ലേ? ഈ കുടുംബ ബന്ധം തന്നെ ഒരു യാതൊരു പൊട്ടലും ചീറ്റലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചില്ലേ? മാതാപിതാക്കളെ ക്ഷമിച്ചില്ലേ മക്കളുടെ കാര്യത്തിൽ? പലപ്പോഴും ആ മക്കള് ചെറിയ മക്കളായപ്പോൾ അവർക്ക് വകതിരിവ് വരുന്നതിന്റെ മുമ്പ്, അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് പലപ്പോഴും അവരെ നേരായ വഴിയിലേക്ക് നടത്താൻ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചില്ലേ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചില്ലേ? മാതാപിതാക്കൾക്ക് പ്രായമായപ്പോൾ അവർക്കിടയിൽ അവരിൽ നിന്നുണ്ടാകുന്ന പല കാര്യങ്ങളും തനിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോഴും അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചിട്ട് മാതാപിതാക്കളെ സ്നേഹിച്ചില്ലേ? അവർക്ക് ഖിദ്മത്ത് ചെയ്തില്ലേ? രണ്ട് ദ്രവങ്ങളിൽ നിൽക്കുന്ന ഇണയും തണയും ഒരുമിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി, തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പലതും ക്ഷമിച്ചില്ലേ? തന്റെ കുടുംബ ബന്ധം ഉറച്ചു കിട്ടാൻ വേണ്ടി, അതിൽ യാതൊരു സ്ഖലിതങ്ങളും വരാതിരിക്കാൻ വേണ്ടി എളാപ്പയോടും മൂത്താപ്പയോടും അമ്മാവനോടും അമ്മായിയോടും കൂട്ടുകുടുംബങ്ങളോടുമുള്ള ബന്ധങ്ങൾ ഉറച്ചു കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളിലും ക്ഷമിച്ചില്ലേ? അതിന് നിങ്ങൾക്ക് പ്രതിഫലമായി സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിന് ഫലമായി നിങ്ങൾക്കിതാ നിങ്ങൾക്കാണ് സലാം, നിങ്ങൾക്കാണ് സലാം. അവിടെ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന, നിങ്ങളുടെ മക്കൾ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ, നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാർ, അവരെ സ്വന്തം മക്കളെ പോലെ നിങ്ങൾ സ്നേഹിക്കണം. സ്വന്തം മക്കളെ പോലെ നിങ്ങൾ അവരോട് കരുണ കാണിക്കണം. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ സ്വന്തം മകൾ എന്തെങ്കിലും ഒരു വീട്ടിലെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ വല്ല പ്രശ്നങ്ങളും സംഭവിച്ചാൽ, അതിൽ വല്ല പോരായ്മകളും സംഭവിച്ചാൽ, അതിൽ വല്ല ഇടർച്ചകളും സംഭവിച്ചാൽ നിങ്ങളത് പ്രശ്നമാക്കാറുണ്ടോ?
അവളൊരു പക്ഷേ ആ സമയത്ത് പോയി കിടന്നിറങ്ങിയാൽ നിങ്ങളുടെ ഗർഭാശയത്തിൽ നിങ്ങൾക്ക് പിറന്ന മകളാണെങ്കിൽ അത് നിങ്ങൾ പ്രശ്നമാക്കാറുണ്ടോ? അതേപോലെ അവർ ഒരു പക്ഷേ സുബഹിക്ക് പ്രഭാത സമയത്ത് എഴുന്നേൽക്കാൻ ഒന്ന് വൈകിപ്പോയാൽ അതൊരു പ്രശ്നമാക്കാറുണ്ടോ? അതേപോലെ അവർ ചെയ്യുന്ന ജോലികളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അതൊരു പ്രശ്നമാക്കാറുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ നിങ്ങളുടെ മരുമകളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് വല്ലതും സംഭവിച്ചു പോയാൽ അതും എന്റെ മകളാണല്ലോ, എന്റെ മരുമകളല്ലോ, ഇവളും എന്റെ മകളാണല്ലോ എന്ന് ചിന്തിച്ച് അത് പാടി നടക്കാതെ, അത് പ്രശ്നമാക്കാതെ നിങ്ങളുടെ സ്വന്തം മരുമകളോട് നിങ്ങൾ ക്ഷമിക്കണം. അവളെയും സ്വന്തം മകളായി കാണണം. പലപ്പോഴും ചില ഉമ്മമാരുണ്ട്, ഏതെങ്കിലും തന്റെ മകളുടെ ഭർത്താവ് അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കൊടുത്താൽ, അവരുടെ അലക്കലിൽ സഹായിച്ചാൽ, വീട് വൃത്തിയാക്കുന്നതിൽ സഹായിച്ചാൽ, അവളെ ഏതെങ്കിലും കാര്യത്തിൽ അവളുടെ ജോലികളിൽ അവളെ സഹായിച്ചാൽ, അവൻ നല്ല ഭർത്താവാണ്, ഭാര്യയോട് സ്നേഹമുള്ളവനാണ്, നല്ല സ്നേഹനിധിയായ ഭർത്താവാണ്. എന്നാൽ സ്വന്തം വീട്ടിലുള്ള സ്വന്തം മരുമകളെ തന്റെ മകനെന്ന് സഹായിച്ചാൽ ഓന്റെ കാര്യമൊന്നും പറയണ്ട, അവനൊരു പെൺകോന്തനാണെന്ന് ചിന്തിക്കുന്ന ഉമ്മമാരായി, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ തരം താഴ്ന്നു പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പെറ്റ ഉമ്മമാ, നിങ്ങളെ പ്രസവിച്ച ഉമ്മമാ, അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, പോരായ്മകൾ സംഭവിച്ചാൽ, അതവർ നിങ്ങൾക്ക് തിരുത്തി തരാറില്ലേ? നിങ്ങളെ നല്ല നിലക്ക് ഉപദേശിക്കാറില്ലേ? അത് നിങ്ങൾക്ക് ഇന്നേ വരെ ഒരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങളോടൊരു ശകാരമായി തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ എന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള എന്റെ ഭർത്താവിന്റെ ഉമ്മ അത് എന്റെ അമ്മായി ഉമ്മയാണെന്ന് നിങ്ങൾ ചിന്തിക്കാതെ, അത് എന്റെ ഉമ്മയാണല്ലോ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തരേണ്ട ഉമ്മയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കണേ. ഇനിയല്ല അവരുടെ പ്രായത്തിന്റെ ഊക്ക് കൊണ്ട്, പ്രായമായവരല്ലേ, വയസ്സായവരല്ലേ, നിങ്ങളെ ശകാരിച്ചു എന്ന് വെക്കുക, ഇനി അടിച്ചു എന്ന് തന്നെ വെക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ സ്വന്തം ഉമ്മ നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്കത് പ്രശ്നമല്ലെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയടിച്ചാലും ശകാരിച്ചാലും ഉപദേശിച്ചാലും അത് നിങ്ങൾ പ്രശ്നമാക്കരുതേ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരിക്കലും തന്നെ നിങ്ങളുടെ മക്കളുടെ ഭാര്യമാരെ നിങ്ങൾ മരുമകളായി കാണരുത്. ഇതും എന്റെ മകളാണെന്ന് ചിന്തിക്കണം. എന്റെ ചെറുപ്പക്കാരികളെ, ഭർത്താവിന്റെ ഉമ്മയെ അമ്മായി ഉമ്മയായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. ഇതും എന്റെ ഉമ്മയാണെന്ന് ചിന്തിക്കണേ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളില്ല. നേരെ മറിച്ച് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഉമ്മയും മരുമകളും, അവർ ഇപ്പോഴും ആ ഉമ്മയും മരുമകളും എന്ന പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ടാണ്. ഉമ്മ കാണുന്നത് മരുമകളെ തന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളായിട്ടാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിച്ചോളണം എന്ന ഒരു നിലക്കാണ് അവരെ കാണുന്നത് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ മക്കളുടെ ഭാര്യമാ, അവർക്ക് നിങ്ങളുടെ വീട് അടിച്ചു വാരൽ നിർബന്ധമില്ല. നിങ്ങളുടെയോ നിങ്ങളുടെ മകന്റെയോ വസ്ത്രങ്ങൾ അലക്കിത്തരൽ നിർബന്ധമില്ല. അവർക്കൊന്നും നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഭാഗത്തിൽ നിന്നുണ്ടാകരുത്. പെൺകുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മാക്ക്
എന്ത് സേവനം ചെയ്തു കൊടുത്താലും, ഭർത്താവിന്റെ ഉമ്മയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്താൽ, ഭർത്താവിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്താൽ, അത് ഇസ്തിരിയിട്ട് കൊടുത്താൽ അതിന് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മക്ക്, ഭർത്താവിന്റെ ഉപ്പാക്ക് നിങ്ങൾ സേവനം ചെയ്തു കൊടുത്തോ, നിങ്ങളുടെ ഭർത്താവിനെ അനുസരിച്ചോ, അതൊക്കെ വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുന്നു, വല്ലദീന യഖ്ബുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുമായുള്ള ഉടമ്പടിയെ ലംഘിക്കുന്നവർ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, അങ്ങനെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ. അതിനേക്കാളും വലിയൊരു ഫസാദ് എന്താണ്? ബന്ധങ്ങൾ മുറിച്ചു കളയുന്നതിനേക്കാൾ വലിയ ഒരു ഫസാദ് എന്താണ്? എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. അവർക്കാണ് അല്ലാഹുവിന്റെ ശാപം, അവർക്കാണ് അല്ലാഹുവിന്റെ ശാപം എന്ന് മാത്രമല്ല, വലഹും സൂഉദ്ദാർ, അവർക്കാണ് ഏറ്റവും മോശമായ ഭവനം, അവർക്കാണ് നരകം. അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ, അതേ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ, അവർക്ക് നരകമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഒരിക്കലും തന്നെ ബന്ധം മുറിച്ചു കളയുന്നവരായി നാം മാറിപ്പോകരുത് കേട്ടോ. കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയരുതേ. ഇന്ന് പല കുടുംബ ബന്ധങ്ങളും പൊട്ടിത്തെറിക്കുന്ന കാലമാണ്. ബന്ധങ്ങൾക്ക് യാതൊരു വിലയും ഒരാളും കൽപ്പിക്കുന്നില്ല. എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് മുറിഞ്ഞു പോകുന്നത്. ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ഏതെങ്കിലും ചെറിയ കാരണത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സംസാരം, ഒരാളിൽ നിന്ന് എന്തെങ്കിലും തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംസാരം വന്നാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്നവർ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങി നിൽക്കുന്നവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. മലക്കുകളോട് അല്ലാഹു പറയാണ്, അവന്റെ അമലുകൾ രേഖപ്പെടുത്തി വെക്കാറായിട്ടില്ല. അവർ രണ്ടുപേരും സുൽഹിലാകുന്നത് വരെ അവരുടെ അമലുകൾ രേഖപ്പെടുത്തേണ്ടതില്ല. അവരൊന്ന് നന്നാവട്ടെ, പിണക്കം ഉപേക്ഷിക്കട്ടെ, അതിന്റെ ശേഷമല്ലാതെ അവരുടെ അമലുകൾ രേഖപ്പെടുത്തേണ്ടതില്ല. വലിയ വലിയ ഗുരുതരമായ വിഷയമാണ്. ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ വിഷയമാണ് പരസ്പരം പിണങ്ങി നിൽക്കുക എന്നത്. അത് കുടുംബങ്ങളാകുമ്പോൾ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കണ്ടോ? ഏറ്റവും വലിയ ദമ്പ്, ഏറ്റവും
വലിയ ദമ്പ്, ഏറ്റവും വലിയ ഒരു ദോഷം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ഒരു പക്ഷേ അതിന് ശിക്ഷ നൽകുമെന്ന് ഉറപ്പുള്ള രണ്ട് തെറ്റുകളുണ്ട്. ഒന്നെന്താണെന്നറിയോ? അക്രമം ചെയ്യലാണ്. പരസ്പരം കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയലാണ്. പരസ്പരം കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞവൻ അവന് ദുനിയാവിൽ തന്നെ അവന് അല്ലാഹുവിന്റെ അദാബ് ഉറപ്പിച്ചോളണം. പലപ്പോഴും നാം കാണുന്ന ഒരു സംഗതിയുണ്ട്. ബിസിനസ്സിൽ വലിയ ഉന്നതിയിലെത്തി, സാമ്പത്തികമായി നല്ല സ്ഥാനത്തെത്തി, കുടുംബപരമായി ഒക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന പല ആളുകളും പെട്ടെന്ന് തകർന്നു പോകുന്നത് നാം കാണാറുണ്ട്. പെട്ടെന്ന് ഒന്നും അല്ലാതായി, കടവും കള്ളിയും പ്രയാസങ്ങളുമായി, പിന്നീട് വലിയ വീട്ടിൽ നിന്ന് മാറി വാടക വീട്ടിലേക്ക് ചേക്കേറേണ്ട അവസ്ഥകൾ നാം എത്ര കാണാറുണ്ട്. പലതും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പലപ്പോഴും അതിന്റെ പിന്നിൽ അവൻ കുടുംബ ബന്ധത്തിൽ വേണ്ട ബന്ധങ്ങൾ, അവൻ ഇഷ്ടപ്പെട്ടവരോടൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നതില്ലാതെ കുടുംബ ബന്ധങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ ചേർക്കുന്നതിൽ പരാജയപ്പെട്ടവരാണ് പലപ്പോഴും ഈ രൂപത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ദുനിയാവിൽ തന്നെ ആ രൂപത്തിൽ മാത്രമല്ല മറ്റു പല രൂപത്തിലും ശിക്ഷ ഇറങ്ങാൻ കാരണമുള്ള ഒരു തെറ്റാണ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നത്, മുറിച്ചു കളയുന്നത് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം. ചുരുക്കി അങ്ങ് പറയാണ്, എത്രയോ പറയാൻ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയ വിഷയമല്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരിക്കലും തന്നെ അവൻ സ്വർഗ്ഗത്തിലെത്തൂല. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധം അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. മോളെ നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ എങ്കിൽ നിന്റെ കുടുംബ ബന്ധം ചേർക്കണേ. കുടുംബ ബന്ധം മുറിച്ച് കളയുന്നവന് ഈമാനില്ല, അവൻ സത്യവിശ്വാസിയല്ല. എന്ന് മാത്രമല്ല, അവന്റെ ഒരു ദുആയും അല്ലാഹു സ്വീകരിക്കുകയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ തന്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഏതൊരു മജ്‌ലിസിന്റെയും അവസാനത്തിൽ ഒരു ദുആ നടക്കുമല്ലോ. ആ ദുആ ചെയ്യാൻ നേരത്തെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബവുമായി പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പുറത്തു പോണേ. ദുആ ചെയ്യാൻ പോകാണ്. അതുകൊണ്ട് കുടുംബവുമായി പിണങ്ങി കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സദസ്സിലിരിക്കരുതേ എന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ മൂലയിൽ നിന്ന് ഒരു മനുഷ്യനെ എഴുന്നേറ്റ് പോകുന്നു. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ തിരിച്ചു വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഞാൻ എന്റെ അമ്മായിയുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. ഓ അബൂ ഹുറൈറ തങ്ങളെ, അങ്ങയുടെ ഉപദേശം കേട്ടിട്ട് ഞാൻ എന്റെ അമ്മായിയുമായുള്ള ബന്ധം ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി പോയതാണ്. ആവട്ടെ, എന്താണ് അവിടുന്ന് അങ്ങനെ പറയാനുള്ള കാരണം? എഴുന്നേറ്റ് പോകണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു ഖലീലി റസൂലുള്ളാഹി, എന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻ ഇജാബത്തില്ല, അവൻ ഒരു ദുആഇന്റെ മജ്‌ലിസ്
മജ്‌ലിസിൽ പങ്കെടുത്താൽ ആ മജ്‌ലിസിനും ഇജാബത്തില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ വലിയ ദുആ മജ്‌ലിസുകൾക്ക് ഇജാബത്ത് ലഭിക്കാതിരിക്കാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞത് കൊണ്ടാണ് അത്തരക്കാരുടെ ദുആഇന് ഇജാബത്തില്ല. അവൻ വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്താലും ശരി, സുബ്ഹാനല്ലാഹ്, അല്ലാഹു ദുആഇന് ഇജാബത്തുണ്ട് എന്ന് കട്ടായം പറഞ്ഞ 5 രാവുകളുണ്ട്. ആ 5 രാവിൽ ദുആ ചെയ്താലും ശരി, അവന്റെ ദുആഇന് ഇജാബത്തില്ല. റമദാനിലാണെങ്കിലും ശരി, ലൈലത്തുൽ ഖദറാണെന്ന് ഉറപ്പുള്ള രാവിലാണെങ്കിലും ശരി, അവന്റെ ദുആഇന് ഇജാബത്തില്ല. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ റമദാൻ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ആ ബന്ധങ്ങളൊന്ന് ഉറപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബന്ധങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. മാതാപിതാക്കളെ അനുസരിച്ചോളണം, മാതാപിതാക്കളെ ബഹുമാനിച്ചോളണം, അതേ മുതിർന്നവരെ ആദരിക്കണം, ഉസ്താദുമാരെ വന്ദിക്കേണ്ടതുണ്ട്, സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കേണ്ടതുണ്ട്, കുട്ടികളോട് കരുണ കാണിക്കേണ്ടതുണ്ട്, ഭാര്യമാരെ സ്നേഹിക്കേണ്ടതുണ്ട്, അയൽവാസികൾക്ക് റഹ്മത്ത് ചെയ്യേണ്ടതുണ്ട്, തന്റെ കൂട്ടുകുടുംബങ്ങളോടും തന്റെ സുഹൃവലയത്തിലുള്ള മുഴുവൻ ആളുകളോടും എന്ന് മാത്രമല്ല, തങ്ങളോട് കലഹത്തിന് വരാത്ത അമുസ്ലിം സുഹൃത്തുക്കളോട് പോലും നാം അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണേ, അവരോട് നീതി കാണിക്കണേ, ഒരാളോടും പിണങ്ങി കഴിയരുതേ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇദത്തുഹിദൽ ഫൈഉ ദിബലാ വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയാണ്, ഒരു പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുന്നു, തന്റെ സഹധർമ്മിണിക്ക് വഴിപ്പെടുന്നു, അതേ വളർത്ത ഉമ്മഹു, അവന്റെ ഉമ്മയെ അവൻ ബുദ്ധിമുട്ടാക്കുന്നു. എന്നാൽ അതേപോലെ അവന്റെ ഭാര്യ, അവന്റെ കൂട്ടുകാരെ അവൻ അടുപ്പിക്കുന്നു. തന്റെ ഉപ്പയെ അവൻ അകറ്റുന്നു. അങ്ങനെ ചെയ്താൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയാം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് ഞാൻ ഇന്ന് ചുരുക്കി പറയട്ടെ, അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ആ സമയത്ത് നിങ്ങൾ കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കണം, അതേ വസൽസലതൻ, ഭൂമി കുലുക്കം നിങ്ങൾ പ്രതീക്ഷിക്കണം, അതേപോലെ ഭൂമിയുടെ ഉള്ളിലേക്ക് നിങ്ങളെ വീഴ്ത്തിക്കളയുന്നത് നിങ്ങളെ കാത്തിരിക്കണമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എത്രയാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴായി പല പ്രകൃതി ദുരന്തങ്ങളിൽ എത്ര ആളുകളാണ് മണ്ണിന്റെ അടിയിലായി പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അത് നമുക്ക് പാഠമല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. നമ്മുടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ പലപ്പോഴും മനുഷ്യർ മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ച അവന്റെ മീസാഖിന് എതിരായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വലിയ വലിയ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, റമദാൻ ആണല്ലോ അടുത്ത് വരുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ.
നമ്മളിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, കൈ ഉയർത്തുന്നുണ്ട്. നിങ്ങൾ പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഇല്ല ഇല്ല, നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങൾ എന്ത് ചെയ്താലും കാര്യമില്ല, നിങ്ങളുടെ തൗബയും അല്ലാഹു സ്വീകരിക്കൂല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നവർ, അതേ കൂട്ടുകുടുംബങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നവർ, അയൽവാസികളെ, അതേപോലെ ബന്ധപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, അവർക്ക് മുസീബത്ത് വരുത്തുന്നവർ, ബുദ്ധിമുട്ടാക്കുന്നവർ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അവിടുന്ന് തൗബയുടെ ഷർത്തുകൾ എന്തൊക്കെയാണ്? അല്ലാഹുവുമായി ബന്ധപ്പെട്ടത് അല്ലാഹു ഒരു പക്ഷേ നേരിട്ട് പുറത്തു കൊടുത്തേക്കാം. വ്യഭിചരിച്ചത് അല്ലാഹു നേരിട്ട് പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. കള്ളു കുടിച്ചത് പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അല്ലാഹുവുമായി ബന്ധപ്പെട്ടത് അല്ലാഹു നേരിട്ട് പുറത്തു കൊടുക്കാം. പക്ഷേ തന്റെ അടിമകളുമായി, മനുഷ്യനുമായി ബന്ധമുള്ള ഏർപ്പാടുകളാണോ, അത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ അല്ലാഹു തൗബ സ്വീകരിക്കൂല. അല്ലാഹു അവന്റെ ദുആയും സ്വീകരിക്കൂല. അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, റമദാനിൽ നമ്മൾ നന്നാവാൻ തീരുമാനിച്ചവരാണ്. റമദാനിൽ ഒന്നുകൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ തീരുമാനമെടുത്തവരാണ്. പക്ഷേ അഹങ്കാരം കൊണ്ട്, അല്ലെങ്കിൽ ശത്രുത കൊണ്ട് കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവരെ അല്ലാഹു നിങ്ങളെ സ്വീകരിക്കൂല. അതുകൊണ്ടൊന്ന് നന്നാവാനുള്ള ഏറ്റവും സുന്ദരമായ അവസരമായി കണ്ടുകൊണ്ട് റജബിൽ തന്നെ നന്നാവണം. ശഅബാനിലും നല്ല ബന്ധം പുലർത്തിയിട്ട് റമദാനിലേക്ക് ആ സന്തോഷത്തോടുകൂടെ അങ്ങ് ചെന്നാൽ അത് എന്തൊരു സമാധാനമാണ്, എന്തൊരു റാഹത്താണ്, എന്തൊരു സന്തോഷമാണ്. ഒരിക്കലും തന്നെ മറ്റുള്ളവരുമായി പിണങ്ങി നിൽക്കുന്നത് നമുക്ക് ഒരു ഖൈറുമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ദീവാനിൽ പറഞ്ഞ വരികളാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇദാ കാനദുൽ ഖുർബാ ലദൈക മുബഅദാ വനാലൻ നദാമൻ കാന അൻക ബഈദൂ. നീയുമായി ഏറ്റവും അടുത്ത കുടുംബങ്ങൾ അവർ നിന്നിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടാൽ, വിദൂരത്താക്കപ്പെട്ടാൽ, അതേപോലെ നീ എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കുന്നത് നിന്റെ കൂട്ടുകുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാതെ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അവരെല്ലാം, നിന്റെ കൂട്ടുകുടുംബങ്ങളെല്ലാം അവരുടെ പാട്ടിന് പോകും കേട്ടോ. നീ ഒറ്റക്കായി പോകും കേട്ടോ. അതുകൊണ്ട് നിനക്ക് വേണ്ടത് ജനങ്ങളുടെ പ്രശംസയാണോ, അതോ അവരിൽ നിന്നുള്ള ചീത്തയാണോ? നീ എന്താണ് മോനെ ഉദ്ദേശിക്കുന്നത്? നിനക്ക് ജനങ്ങളുമായുള്ള നല്ല ബന്ധം വേണോ, അതോ അവരുമായി നീ അകന്നു പോകണോ? ഒരിക്കലും നീ അവരുമായി അകന്നു പോകരുത്. നീ വല്ല ഗുണവും ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ പരമാവധി അത് നിന്റെ കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധമായ റമദാൻ വരുമ്പോൾ പല രൂപത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നവരല്ലേ നാം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഈ റമദാനിൽ നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ പരമാവധി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, നീ ഏതെങ്കിലും ഒരു ഫഖീറിന്, നീയുമായി കുടുംബബന്ധമില്ലാത്ത ഒരു ഫഖീറിന്, ഒരു മിസ്കീനിന് എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്താൽ അതിൽ നിനക്കൊരു കൂലിയുണ്ട്. നേരെ മറിച്ച് നീ അത് നിന്റെ കൂട്ടുകുടുംബങ്ങൾക്ക് ചെയ്തു കൊടുത്താലോ അത്
അത് നിനക്ക് ഇരട്ടി മധുരമാണ്, അതിൽ നിനക്ക് ഇരട്ടി പ്രതിഫലമാണ്. നീ സ്വതക്ക ചെയ്തതിന്റെ കൂലിയുണ്ട്, കുടുംബ ബന്ധം ചേർത്തതിന്റെ കൂലിയുണ്ട്. അതുകൊണ്ട് പറയട്ടെ, സകാത്ത് കൊടുക്കുമ്പോൾ, സ്വതക്ക ചെയ്യുമ്പോൾ ഒരാളും തന്റെ കുടുംബത്തിലുള്ള സാധുക്കളെ മറന്നു പോകരുതേ. അങ്ങനെ നിങ്ങൾ മറന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പരിഗണിക്കാത്തവനാണ്, കുടുംബ ബന്ധത്തിന് വില കൽപ്പിക്കാത്തവരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ടായേക്കാം, സാധുക്കളായ സഹോദരങ്ങൾ ഉണ്ടായേക്കാം. ഭർത്താവ് മരിച്ചവരോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവരോ ഭർത്താവിൽ നിന്ന് വേണ്ട രൂപത്തിലുള്ള സംരക്ഷണം ലഭിക്കാത്തവരോ ആയ സഹോദരിമാരുണ്ടെങ്കിൽ ഇത്തവണ നിങ്ങൾ സകാത്ത് കൊടുക്കുമ്പോൾ അവരെ ഒന്ന് പ്രത്യേകം പരിഗണിക്കണേ. അതിലൂടെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കണേ. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, അക്കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കുടുംബ ബന്ധങ്ങൾ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, സാധുക്കളായ ഈ കിടങ്ങയം മഹല്ലിലുള്ള സഹോദര സഹോദരിമാർ അവർ എത്രയോ കാലമായി ഈ ചാനലിലൂടെ അവർ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, സ്വലാത്ത് മജ്ലിസുകളിൽ സംബന്ധിക്കുന്നു, ദുആ മജ്ലിസുകളിൽ സംബന്ധിക്കുന്നു. റബ്ബേ, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഈ മഹത്തായ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ, അതിന് നേതൃത്വം നൽകുന്നവർ, അതുമായി സഹകരിക്കുന്നവർ, റബ്ബേ അതിലുള്ള ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർക്ക് മുഴുവനും ഖൈർ നൽകണേ റഹ്മാനേ. റബ്ബേ, അവരിലുള്ള രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനേ. റബ്ബേ, ആ കുടുംബങ്ങളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. മരണപ്പെട്ടു പോയവരുടെ നീ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. കടമുള്ളവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളുടെ ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവുമുള്ളവരിൽ ഞങ്ങളെയും അവരെയും ചേർക്കണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ വീണതുണകൾ, ഞങ്ങളുടെ മുതഅല്ലിമീങ്ങൾ ഞങ്ങൾക്ക് കണ്ണിന് കുളിർമയാക്കണേ റഹ്മാനെ. റബ്ബേ, നീ നൽകിയതിലൊക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. റബ്ബേ, മാരകമായ രോഗങ്ങളുള്ളവരുണ്ട്, ഞങ്ങളുടെ നാടുകളിലുണ്ട്, ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലുണ്ട്, ഉസ്താദുമാരിലുണ്ട്, മാതാപിതാക്കളിലുണ്ട്. നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.